നമസ്കാരം. കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. സവിതയാണ് കേട്ടോ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് കുറച്ചൊക്കെ അനുസ്മരിക്കാനുള്ള ഒരു ഭാഗ്യം ഗുരുവായൂരപ്പൻ നമ്മൾ എല്ലാവർക്കും തന്നിരിക്കുകയാണ്. ഗുരുവായൂരപ്പന് അനന്തകോടി നമസ്കാരം പറയുന്നു. കൃഷ്ണപാദമനിശം ഹൃദിഭാവയാമി. ഹരേ കൃഷ്ണപാദമനിശം ഹൃദിഭാവയാമി. ഇന്നും കുറച്ച് ചോദ്യോത്തരങ്ങളും പിന്നെ ഒപ്പം എൻ്റെ ഒരു ചോദ്യവും കുഞ്ഞുകഥയൊക്കെ ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇന്നലത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം, ഇന്നലെ ഞാൻ ചോദിച്ച ചോദ്യം, കംസവധത്തിന് തൊട്ടു മുമ്പായിട്ട് ഗുരുവായൂരപ്പൻ നമ്മുടെ ഉണ്ണികൃഷ്ണൻ വധിച്ച ഒരു ആനയുടെ പേര്, അതാണ് ഭൂമിക്ക് അലങ്കാരമായത് എന്ന അർത്ഥം വരുന്ന കുവലയാപീഠം എന്ന ആനയാണ് അത്. കംസന് ജരാസന്ധൻ സമ്മാനിച്ചതാണ് ആ ആനയെ എന്നും പറയാറുണ്ട് കേട്ടോ. ജരാസന്ധൻ്റെ 2 മക്കളുടെ ഭർത്താവ് എന്ന നിലയിൽ സ്ത്രീധനമായിട്ട് കിട്ടിയതാണ് എന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും ആ ആനയാണ് ഭഗവാൻ വധിച്ചു എന്ന് പറയാറുള്ളത്. മിക്കവാറും എല്ലാവരും ശരി ഉത്തരം തന്നെയാണ് പറഞ്ഞത്. കുറച്ച് പേരുടെയൊക്കെ എണ്ണിയെ തെറ്റിയിട്ടുള്ളൂ കേട്ടോ. കുവലയാപീഠം എന്ന ആന, ഇനി അത് മറക്കണ്ട. അപ്പോൾ കുറേ ആളുകൾ പറഞ്ഞു ഇന്നലത്തെ കൃഷ്ണൻ്റെയും അർജുനൻ്റെയും കഥ ഞാൻ പറഞ്ഞിട്ട് അത് പൂർത്തീകരിച്ചില്ല. ജയദ്രഥനെ വധിക്കാൻ ഭഗവാൻ എന്ത് സൊല്യൂഷനാണ് കൊണ്ടുവന്നത് എന്ന് പറഞ്ഞില്ല എന്ന് പറഞ്ഞു കേട്ടോ. ജയദ്രഥനെ വധിക്കാൻ ഭഗവാൻ സൂര്യനെ മറച്ചു പിടിക്കുകയാണ് ചെയ്തത് കേട്ടോ. സൂര്യാസ്തമയത്തിന് ശേഷം ജയദ്രഥന് പുറത്ത് വരാം. അതുവരെ പുറത്തു വന്നാൽ എന്താ ഉണ്ടാവുക? അർജുനനാൽ വധിക്കപ്പെടും. അപ്പോൾ സൂര്യൻ അസ്തമിച്ചു എന്ന് കാണിക്കാനായിട്ട് ജയദ്രഥനെ അങ്ങനെ വിശ്വസിപ്പിക്കാനായിട്ട് ഭഗവാൻ സൂര്യനെ മറച്ചു പിടിച്ചു. അപ്പോൾ സന്ധ്യ ആയി എന്നും അതേമാതിരി തന്നെ സൂര്യാസ്തമനം കഴിഞ്ഞു എന്നും വിചാരിച്ച് ജയദ്രഥൻ ഒളിച്ചിരുന്ന ഗുഹയിൽ നിന്ന് പുറത്തേക്ക് വന്നു എന്നും ജയദ്രഥനെ കണ്ടതും അർജുനൻ വധിച്ചു എന്നുമാണ് കഥ. അപ്പോൾ എന്തിനും ഏതിനും സൂര്യനെ വരെ മറച്ചു പിടിച്ച് അർജുനനെ സംരക്ഷിച്ചു ഭഗവാൻ. എന്തിനും ഏതിനും ഭഗവാന്റെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട് കേട്ടോ. നമ്മളുടെ ഉണ്ണികൃഷ്ണൻ ഉണ്ടല്ലോ, എത്ര വലിയ ആളാണ് എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത് എന്നാണ് ആചാര്യൻ പറയാറ് കേട്ടോ. ഉണ്ണികൃഷ്ണൻ എത്ര വലിയ ആളാണെന്ന് നമ്മൾ വിചാരിക്കുന്നു അത്രയും വലുതാവും എന്നാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണനാൽ സാധ്യമല്ലാത്തതൊന്നും തന്നെയില്ല, ഒന്നും തന്നെയില്ല. അങ്ങനെ തന്നെ വിശ്വസിച്ചാൽ ഭഗവാൻ നമുക്ക് വേണ്ടി എല്ലാം ചെയ്യാൻ തയ്യാറാവും എന്ന് തന്നെയാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പ്രീ ഷൂട്ട് ചെയ്ത് വെക്കാമെന്ന്. ഇല്ല കേട്ടോ, തലേ ദിവസം ചെയ്ത വീഡിയോ ആണ് പിറ്റേ ദിവസം നിങ്ങളിലേക്ക് എത്തുന്നത്. ഇന്ന് ഒക്ടോബർ 29-ാം തീയതി ഇന്ന് ശ്രീലകത്ത് ഞാൻ ഉണ്ണികൃഷ്ണനെ കണ്ടത് കുഞ്ഞുണ്ണികൃഷ്ണനായിട്ടാണ് കേട്ടോ. ഇന്ന് അലങ്കാരം വർണ്ണന കേട്ട സമയത്ത് ഒരു കയ്യിൽ ഓടക്കുഴൽ പിടിച്ച് ഒരു കയ്യിൽ അരയിലെ കിങ്ങിണി പിടിച്ച ഉണ്ണികൃഷ്ണനാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലൊരു ഉണ്ണികൃഷ്ണൻ വന്നിരുന്നു കേട്ടോ. ഏതാണ്ട് അതേ ഛായയിലായിരുന്നു ഇന്ന് ശ്രീലകത്ത്. ചിലപ്പോൾ ഞാനിങ്ങനെ അങ്ങനെ സങ്കല്പിച്ച് പോയതുകൊണ്ടാണോ അങ്ങനെയെന്ന് എനിക്കറിയില്ല. എന്തായാലും എൻ്റെ ഉണ്ണികൃഷ്ണൻ ഇന്ന് കുഞ്ഞുണ്ണികൃഷ്ണനായിരുന്നു. നമ്മളിങ്ങനെ കുഞ്ഞു വാവകൾ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തിരിപ്പിടിച്ചുകൊണ്ടിരിക്കില്ലേ എന്ന് വെച്ചാൽ അവരിങ്ങനെ കയ്യിലിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇട്ടിങ്ങനെ കയ്യിൽ കിട്ടുന്ന മാലയാണെങ്കിൽ മാല കടിക്കുന്ന സ്വഭാവമുള്ളവരുണ്ടാവും. വളയാണെങ്കിൽ അതിങ്ങനെ പിടിക്കുക. അതുപോലെ ഇങ്ങനെ കിങ്ങിന് പിടിച്ചു നിൽക്കുന്ന ഉണ്ണികൃഷ്ണനാണ് കേട്ടോ. ഒരു വികൃതി കുട്ടനായിട്ടുള്ള ഉണ്ണികൃഷ്ണനാണ് ഇന്നെന്നാണ് എനിക്ക് തോന്നിയത്. അത്ര കുഞ്ഞുണ്ണികൃഷ്ണനാണ്. അപ്പോൾ ആ ഉണ്ണികൃഷ്ണന് നമസ്കാരം പറയുന്നു. എന്നിട്ട് നമുക്ക് ഇന്നത്തെ ആദ്യത്തെ ചോദ്യം നോക്കാം കേട്ടോ. ഇന്ദിരാമണി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, പ്രദോഷവ്രതം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊന്ന് വിശദീകരിക്കാമോ എന്ന്. വിശദമായിട്ട് പ്രദോഷം എങ്ങനെയാണ് നോൽക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല കേട്ടോ. പ്രദോഷം എന്ന് പറയുന്നത് ഏകാദശിയുടെ പിറ്റേ ദിവസമാണ് വരാറുള്ളത്. പ്രദോഷ സന്ധ്യാസമയത്ത് മഹാദേവനെ തൊഴുന്നത് വലിയ പ്രാധാന്യം ഉള്ള ഒരു കാര്യമാണ്. പ്രദോഷ സന്ധ്യയ്ക്കാണ് അത്രേ താണ്ഡവ നൃത്തം ആടാറ് ഭഗവാൻ. അങ്ങനെയാണ് പറയാറ് കേട്ടോ. മഹാദേവൻ്റെ താണ്ഡവ നൃത്തം നടക്കുന്നത് പ്രദോഷ സന്ധ്യയ്ക്കാണ് എന്നാണ് പറയാറുള്ളത്. ഏകാദശി കഴിഞ്ഞ് അടുത്ത ദിവസമാണ് പ്രദോഷം വരുന്നത്. പ്രദോഷത്തിന് നോൽമ്പ് നോറ്റിട്ട് മഹാദേവൻ്റെ അമ്പലത്തിൽ പോയിട്ട് നേദിച്ച പ്രസാദങ്ങൾ മാത്രം കഴിക്കുന്നത് ഉത്തമമാണ് എന്ന് പറയാറുണ്ട്. ഏകാദശി നോൽക്കുന്നത് പോലെ തന്നെ പ്രദോഷവ്രതം അനുഷ്ഠിച്ചതിന് ശേഷം സന്ധ്യാസമയത്ത് മഹാദേവൻ്റെ അമ്പലത്തിൽ തൊഴുന്നതും മഹാദേവന് നേദിച്ച പ്രസാദങ്ങൾ സ്വീകരിക്കുന്നതും വളരെ ഉത്തമമാണ് എന്ന് പറയാറുണ്ട് കേട്ടോ. അതായത് വൈഷ്ണവർക്ക് ഏകാദശി എങ്ങനെയാണോ ശൈവർക്ക് അതുപോലെയാണ് പ്രദോഷവ്രതം എന്ന് പറയുന്നത്. നമ്മൾ ആരാ ചോദിച്ചാൽ നമ്മൾ രണ്ടുമാണ്. നമുക്ക് മഹാദേവനെ ഇഷ്ടമാണ്, അതേപോലെ നമ്മുടെ ഉണ്ണികൃഷ്ണനെ ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് ഇത് രണ്ടും ബാധകമാണ് എന്നർത്ഥം.
അടുത്തതായിട്ട് മോളി എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബുക്ക് നോക്കി നാമം ജപിക്കുമ്പോൾ ഏകാഗ്രത കിട്ടുന്നില്ല, അതിന് എന്താണ് വേണ്ടത്? ശ്രദ്ധിച്ച് വായിക്കാൻ പറ്റുന്നില്ല എന്ന്. ഉണ്ണികൃഷ്ണനോട് പറയാം മോളി ചേച്ചി, അതാണ് വേണ്ടത്. ഉണ്ണികൃഷ്ണനോട് എല്ലാ ദിവസവും പറയാം, ഉണ്ണികൃഷ്ണ എനിക്ക് തീരെ കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, എന്താ ഞാൻ ചെയ്യാമെന്ന്. ഒട്ടും പരിഭ്രമിക്കേണ്ട കേട്ടോ. ആചാര്യൻ പറയാറുണ്ട് എപ്പോഴും, ആചാര്യൻ പറയണ കാര്യം ഞാനും എപ്പോഴും പറയാറുണ്ട്. നമ്മൾ കണ്ണടച്ച് മെഡിറ്റേഷന് ധ്യാനത്തിനിരിക്കുന്ന സമയത്ത് ഉണ്ണികൃഷ്ണനെ ഇങ്ങനെ ധ്യാനിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ ഒരു മയിൽപ്പീലി ഇങ്ങനെ ആലോചിക്കുന്ന സമയത്ത് നമുക്ക് ആദ്യം ഓർമ്മ വരിക അടുത്ത വീട്ടിലെ തെങ്ങിൻ്റെ ഓലയാണ് അത്രയും നമ്മൾ അജഗജാന്തര വ്യത്യാസത്തിലാണ് ഓരോന്നും ചിന്തിക്കുക. ഇതിങ്ങനെ പതുക്കെ പതുക്കെ ശീലമാക്കി കൊണ്ടുവന്നാൽ മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ്റെ ആ രൂപമൊക്കെ തെളിഞ്ഞു വരുള്ളൂ. അതേമാതിരി തന്നെയാണ് എന്തും ഭക്തിയിൽ ശ്രദ്ധ വേണം എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇന്ന് കലികാലത്ത് നമുക്കത് എത്രത്തോളം പ്രാക്ടിക്കലാക്കാൻ പറ്റുമെന്ന് അറിയില്ല അല്ലേ. ശ്രദ്ധയൊക്കെ കുറച്ച് കുറയും. എനിക്കൊന്നും ഒട്ടും ശ്രദ്ധ കിട്ടാറില്ല കേട്ടോ. എന്നെ ഇങ്ങനെ ഇപ്പോൾ നാമം ജപിക്കണതിൻ്റെ ഇടയിലാവും സവിത എന്ന് വിളി വരിക, അതല്ലെങ്കിൽ അമ്മേ എന്ന് വിളി വരിക, അല്ലെങ്കിൽ കുട്ടി എന്ന് വിളി വരിക, എല്ലായിടത്തുനിന്നും വിളിക്കുമല്ലോ. അപ്പം ഞാൻ എഴുന്നേറ്റ് അങ്ങോട്ട് പോകുമ്പോൾ എത്രയാണ് ജപിച്ചതെന്ന് ഓർമ്മ ഉണ്ടാവില്ല, എന്താ ജപിച്ച് വെച്ചതെന്ന് ഓർമ്മ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു ദശകം നാരായണീയം ചൊല്ലുകയാണ് വെച്ചാലോ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും വന്ന് സവിതയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുവരെ ജപിച്ചതൊക്കെ മറന്നു പോകും. അത്രയ്ക്കുള്ള കോൺസെൻട്രേഷനൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ ശ്രദ്ധ വളരെ കുറവാണ്. ശ്രദ്ധ കുറഞ്ഞു വെച്ചിട്ട് ഒരപകടവും ഇല്ല കേട്ടോ. നമ്മുടെ ഉണ്ണികൃഷ്ണൻ ഇതൊക്കെ നന്നായിട്ട് മനസ്സിലാവും. യോഗേശ്വരനാണ് ഭഗവാന് എന്താ പറയുക, കോൺസെൻട്രേഷൻ എന്നല്ല എല്ലാം ഉണ്ട്. പക്ഷേ നമ്മൾ സാധാരണക്കാരനാണ്, നമുക്ക് അത്രയൊന്നും അറിയില്ല എന്നും നമുക്ക് അത്രയൊന്നും നിർത്താൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളത് ഭഗവാൻ അറിയാം. അതുകൊണ്ട് നമുക്ക് ഉണ്ണികൃഷ്ണനോട് തന്നെ പറയാം, ഉണ്ണികൃഷ്ണ വലിയ ശ്രദ്ധയൊന്നുമില്ല, എന്നാലും ഞാൻ ചൊല്ലുകയാണ് കേട്ടോ, എനിക്ക് തെറ്റുകളൊന്നും വരാതെ ചൊല്ലണം എന്നാണ് ആഗ്രഹം എന്ന് ആദ്യം തന്നെ പറഞ്ഞു നോക്കൂ. ബാക്കി ഉണ്ണികൃഷ്ണനെ ഏറ്റു കേട്ടോ. അങ്ങനെയാണ് എനിക്ക് തോന്നാറുള്ളത്. ഞാനെല്ലാം അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കാറാട്ടോ പതിവ്. അടുത്തതായിട്ട് സവിത സുജലയാണ് കേട്ടോ. കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങൾ ഗുരുവായൂരിൽ വന്നിരുന്നു. എൻ്റെ മോൾ മഞ്ചാടി വാരിയപ്പോൾ എങ്ങനെയോ കുറച്ച് മഞ്ചാടി കുട്ടിയുടെ ഉടുപ്പിൽ പെട്ടു. വീട്ടിലെത്തിയപ്പോഴാണ് കണ്ടത്. ഇനി അതെന്താ ചെയ്യുക? എനിക്ക് വല്ലാത്ത പേടി തോന്നുന്നു സവിത. എന്തിനാത്? ഒട്ടും പേടിക്കണ്ട. കാരണം നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ കളിപ്പാട്ടാണ് ഈ മഞ്ചാടി. നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുക വിചാരിക്കുക, അവിടെ ചെറിയ കുട്ടികളുണ്ട്, നമ്മുടെ കൂടെയും ചെറിയ കുട്ടികളുണ്ട്. അപ്പോൾ ഇവരൊരുമിച്ച് കുറേ നേരം കളിക്കും എന്ന് വിചാരിക്കുക. ഈ കളിച്ചിട്ട് ആ കളിപ്പാട്ടം വേണമെന്ന് നമ്മുടെ കുട്ടി വാശി പിടിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ആ കുട്ടി എന്താ ചെയ്യാം? നല്ല കുട്ടിയാണെങ്കിൽ എന്ന് വെച്ചാൽ എല്ലാവരും നല്ല കുട്ടികൾ തന്നെ കേട്ടോ, അല്ലാന്നല്ല. ചില കുട്ടികൾക്ക് ഒത്തിരി ഒരു സ്വാർത്ഥത ഉണ്ടാവും, ഞാൻ കൊടുക്കില്ല എന്നൊക്കെ പറയും. എന്നാൽ ചില കുട്ടികളാണെങ്കിലോ, നിനക്കിത് ഇഷ്ടമായോ എന്നാൽ നീ കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞ് കൊടുക്കും. അത് കണ്ടിട്ടില്ലേ? ചില കുട്ടികൾ പറയും ഇല്ല ഇതെൻ്റെയാണ്, ഞാൻ തരില്ല എന്നൊക്കെ. ഇതിൽ ഏത് തരത്തിലുള്ള കുട്ടിയാവും നമ്മുടെ ഉണ്ണികൃഷ്ണൻ? തീർച്ചയായിട്ടും നിനക്കിത് ഇഷ്ടമായോ എന്നാൽ നീ കൊണ്ടുപോയിക്കോളൂ എന്ന് പറയുന്ന കുട്ടിയായിരിക്കും അല്ലേ. അപ്പോൾ ഈ കുട്ടിക്ക് മഞ്ചാടി കിട്ടിയത് ഉണ്ണികൃഷ്ണൻ്റെ അനുഗ്രഹമായിട്ട് കണക്കാക്കിക്കോളൂ കേട്ടോ. നമ്മുടെ ഉണ്ണികൃഷ്ണൻ കൊടുത്തതാണെന്നേ, ഒട്ടും പരിഭ്രമിക്കേണ്ട. നമ്മൾ ഇത് മഞ്ചാടി കുറച്ച് ഭഗവാന്റെ പ്രസാദമല്ലേ, വാരി വീട്ടിൽ കൊണ്ടുപോകാം എന്ന് പറയണ്ടെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ വെച്ചാൽ ഉണ്ണികൃഷ്ണനെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കളിപ്പാട്ടമായിട്ടാണ് നമ്മൾ ആ മഞ്ചാടിയെ കണക്കാക്കുന്നത്. ഭഗവാന്റെ നിറ സാന്നിധ്യം ആ മഞ്ചാടിയിലുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ എപ്പോഴും ഉണ്ണികൃഷ്ണൻ വാരി കളിക്കുന്നതാണ് ആ മഞ്ചാടി. അത് നമ്മൾ കുറച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഉണ്ണികൃഷ്ണന് ഇഷ്ടാവില്ല കേട്ടോ. പക്ഷെ അതിന് പകരം ഉണ്ണികൃഷ്ണനായിട്ട് ചിലർക്ക് മഞ്ചാടി കൊടുക്കും. അതിൻ്റെ ദൃഷ്ടാന്താണ് ഇപ്പം ഇത്. കുട്ടിക്ക് ആ ഭഗവാന്റെ അനുഗ്രഹം കിട്ടിയെന്ന് വിചാരിച്ചാൽ മതി. ഒട്ടും പരിഭ്രമിക്കേണ്ട കേട്ടോ സുജില ചേച്ചി. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ അശ്വതിയാണ്. ഒരു കാര്യം ചോദിക്കട്ടെ. ഞങ്ങളുടെ നാട്ടിൽ ഒരമ്മ ഷഷ്ടി തൊഴുത് വണ്ടിയിൽ വരുമ്പോൾ വണ്ടി മറിഞ്ഞ് മറ്റൊരു വണ്ടി കയറി തല ചതഞ്ഞ് മരിച്ചുപോയി. എത്ര ദാരുണമായ ഒരു മരണം! എന്തുകൊണ്ടാണത്? എന്താ പറയുക, നമ്മൾ എന്താണോ ചെയ്ത് വെക്കുന്നത് അത് നമുക്ക് എന്തായാലും വരിക തന്നെ ചെയ്യും ഇല്ലേ. നമ്മൾ മുന്നിൽ ഇതിനൊരു കഥ പറയാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഈ 100 പുത്രന്മാരെയും വധിക്കപ്പെട്ടുല്ലോ ഭീമസേനാൽ. അതായത് ധൃതരാഷ്ട്രരുടെ കൗരവർ പുത്രന്മാർ 100 പുത്രന്മാരും വധിക്കപ്പെട്ടു ഭീമസേനാൽ. അപ്പോൾ ഒരിക്കൽ ഭഗവാനെ കണ്ട സമയത്ത് ധൃതരാഷ്ട്രർ ചോദിച്ചു അത്രേ, ഒരാളെ ഏതെങ്കിലും ഒരു പുത്രനെയെങ്കിലും വധിക്കാതെ നിർത്താൻ ഭഗവാൻ വിചാരിച്ചാൽ സാധ്യമായിരുന്നില്ലേ? എന്തുകൊണ്ടാണ് എനിക്ക് ഈ 100 പുത്രന്മാരെയും
കൈമോശം വന്നു പോയത്? അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അങ്ങ് വിചാരിച്ചാൽ സാധ്യമാകുമായിരുന്നല്ലോ. ശരിയാണ്, ദുര്യോധനൻ്റെ ഭാഗത്ത് ഒരുപാട് തെറ്റുകളുണ്ട്. എനിക്ക് ഇങ്ങനൊരു പുത്രനോട് അമിത വാത്സല്യം തോന്നിയതുകൊണ്ടാണ് എന്നായിരിക്കാം അങ്ങ് പറയുന്നത്. എന്നാൽ അത്ര തന്നെ അപകടകാരികളല്ലാത്ത മക്കളും എനിക്കുണ്ടായിരുന്നുള്ളൂ. അതിലേതെങ്കിലും ഒരാളെയെങ്കിലും നിലനിർത്താമായിരുന്നില്ലേ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, കർമ്മഫലം അനുഭവിച്ചല്ലേ പറ്റൂ, അങ്ങ് ചെയ്തു വെച്ചതാണ് അങ്ങ് അനുഭവിക്കുന്നത് എന്ന്. ഇതിനെന്താണ് ദൃഷ്ടാന്തം എന്നാൽ എന്നെ തൊട്ട് നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ ഭഗവാന്റെ കൈ പിടിച്ചുകൊണ്ട് ധൃതരാഷ്ട്രര് അദ്ദേഹത്തിൻ്റെ 100 ജന്മം പുറകിലേക്ക് നോക്കി. 100 ജന്മം വരെയും അദ്ദേഹം ഇത്ര വലിയ ദുഃഖം അനുഭവിക്കാൻ മാത്രം വലിയ പാപങ്ങൾ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം കണ്ണു തുറന്നിട്ട് പറഞ്ഞു, 100 ജന്മം വരെ ഞാൻ പുറകിലോട്ട് പോയി, അതിലൊന്നും എനിക്ക് ഇത്ര വലിയ ദുഃഖം വരാൻ മാത്രം ഞാൻ ഒന്നും ചെയ്തതായിട്ട് കാണുന്നില്ല. ഇനി എന്താണ് ഭഗവാൻ അങ്ങ് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ, ഒന്നുകൂടി കണ്ണടച്ചോളൂ, 101-ാമത്തെ പുറകിലേക്ക് 101-ാമത്തെ ജന്മം അങ്ങൊന്ന് കാണൂ എന്ന് പറഞ്ഞു. പുറകിലേക്ക് 101-ാമത്തെ ജന്മം അദ്ദേഹം കാണുന്ന സമയത്ത് ഒരു പക്ഷി മുട്ടയിട്ട് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷി മുട്ടയിട്ട് ആ മുട്ട വിരിയുന്നത് അടയിരുന്ന് കാത്തിരിക്കുന്ന സമയത്ത് പക്ഷി ഒന്ന് മാറിയ സമയത്ത് ഓരോ മുട്ടയായിട്ട് അടിച്ച് ഉടച്ച് കളഞ്ഞു ഈ ധൃതരാഷ്ട്രരുടെ 101 ജന്മം പുറകിലേക്ക് എന്നൊരു കഥ കേട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു ആവശ്യമില്ലാത്ത പ്രവൃത്തിയാണ്. അദ്ദേഹത്തിനെ ഭക്ഷണമാക്കാനോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നിവർത്തികേടുകൊണ്ടോ അദ്ദേഹം അറിയാതെ കൈ തട്ടിയിട്ടോ ഒന്നുമല്ല, വടിയെടുത്ത് അടിച്ച് ഉടച്ച് കളഞ്ഞു. അപ്പോൾ ആ കിളി എത്ര കാലം കൊണ്ട് കാത്തിരിക്കുന്നതായിരിക്കും ഈ മുട്ട വിരിഞ്ഞ് അതിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്തു വരുന്നത് കാണാൻ അല്ലേ. ആ അമ്മയുടെ ഒരു വിഷമം, ഒരു പക്ഷിയുടെ ജന്മമാണെങ്കിലും മാതൃഹൃദയത്തിനുണ്ടായ ഒരു മുറിവ് അത് ഇത്രത്തോളം വലുതാണ്. ആലോചിച്ച് നോക്കൂ. ഇതിൻ്റെ ഒരു പാപം ഇദ്ദേഹത്തിൽ കിടക്കുന്നതുകൊണ്ടാണത്രേ ഇദ്ദേഹത്തിന് ഒരു പുത്രനെ പോലും ബാക്കി വയ്ക്കാതെ നഷ്ടമായി പോയത്. അപ്പോൾ എത്രയോ ജന്മം കഴിഞ്ഞാലും ആ കർമ്മഫലം അവിടെ അനുഭവിക്കേണ്ടി വന്നൂല്ലേ. അപ്പോൾ അതേപോലെ ഒരു കർമ്മഫലമായിരിക്കും ഈ അമ്മയുടെ അവസാന നിമിഷങ്ങളിൽ ഈ അമ്മ അനുഭവിച്ചിട്ടുണ്ടാവുക. എന്നാൽ സ്കന്ദഷഷ്ഠി നോക്കിയിട്ടല്ലേ ഈ അമ്മയ്ക്ക് ആ അത്രയും തിക്ത ഫലം ഉണ്ടാവാതിരിക്കായിരുന്നു എന്ന്. നമുക്കറിയോ ആ അമ്മ മരിക്കുന്നതിന് മുമ്പ് ഒരുപാട് സങ്കടപ്പെട്ട് അല്ലെങ്കിൽ ഒരുപാട് വേദന അനുഭവിച്ചിട്ടുണ്ടാവുമെന്ന്. ചില ആളുകൾക്ക് ഒരേ സെക്കൻഡിൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അവരുടെ ആ ഒരു ജീവൻ നിലച്ചതിന് ശേഷമായിരിക്കാം ചിലപ്പോൾ ആ അമ്മയുടെ തലയിലൂടെ ആ വണ്ടി കയറി ഇറങ്ങിയിട്ടുണ്ടാവാം. ആ അമ്മ ആ ഒരു വേദന അനുഭവിക്കാതിരുന്നാൽ പോരെ. ആ അനുഗ്രഹമാണെങ്കിലോ ആ മുരുകൻ സുബ്രഹ്മണ്യ സ്വാമി നൽകിയത് അത് നമുക്കറിയില്ലല്ലോ. കണ്ടു നിൽക്കുന്ന നമുക്ക് എന്താ തോന്നുക, ദാരുണമായ അന്ത്യമായി പോയി. ഈ അമ്മ ഇതൊക്കെ എന്തിനാ, ഈ വ്രതമൊക്കെ എന്തിനാ നോറ്റേന്ന്. എന്നാൽ ഈ വ്രതം ഒന്നും നോറ്റില്ല വെച്ചാൽ ആ അമ്മ മരിക്കാതിരിക്കുമായിരുന്നു. ഈ വ്രതം ഒന്നും ഉണ്ടായില്ല വെച്ചാൽ ഈ അമ്മയ്ക്ക് മരണമേ സംഭവിക്കില്ല അല്ലെങ്കിൽ ദാരുണമായ അന്ത്യം സംഭവിക്കില്ല എന്ന് ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? ഒരിക്കലും ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ആ അമ്മ ഇപ്പോൾ ഈ കിട്ടിയ ആ കർമ്മഫലം ഏതെങ്കിലും ഒരു കർമ്മത്തിൻ്റെ ഫലമായിരിക്കും എന്ന് പറഞ്ഞല്ലോ, അതേപോലെ ഈ സ്കന്ദഷഷ്ഠി നോട്ടിനും ഈ അമ്മയ്ക്കൊരു ഫലം ഉണ്ടായിരിക്കും അല്ലേ. അതനുഭവിക്കാൻ വരുന്നതേ ഉണ്ടാവുള്ളൂ, വരുന്ന ജന്മങ്ങളിലായിരിക്കാം. നമ്മൾ എന്താ പറയുക, സനാതനധർമ്മ വിശ്വാസികൾ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയും ജന്മങ്ങളുണ്ട് എന്ന് തന്നെയാണ് അല്ലേ. ഇത് ദ എൻഡാണെന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. അനേകം ജന്മങ്ങളിലൂടെയാണ് നമ്മൾ വരുന്നത്, ഇനിയും അനേകം ജന്മങ്ങളിലൂടെ കടന്നു പോകാനുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ അമ്മയ്ക്ക് ആ അമ്മയുടെ സത്കർമ്മത്തിൻ്റെ ഫലം എന്തായാലും ലഭിക്കുക തന്നെ ചെയ്യും, അത് ഉറപ്പാണ്. അടുത്ത ചോദ്യം കേട്ടോ. ഞാൻ അശ്വതിയാണ്. ഒരു കാര്യം ചോദിച്ചോട്ടെ. ഇത് തന്നെയാണ് തോന്നുന്നു ഞാൻ ചോദിച്ചത് അല്ലേ. സ്ക്രീൻഷോട്ട് 2 പ്രാവശ്യം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് ബിന്ദു സുബ്രഹ്മണ്യൻ എന്ന ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, മഞ്ചാടിക്കുരു മഞ്ചാടി ചെമ്പിൽ സമർപ്പിക്കാൻ പറ്റുമോ എന്നാണ് ചോദ്യം. തീർച്ചയായിട്ടും മഞ്ചാടിക്കുരു മഞ്ചാടി ചെമ്പിൽ തന്നെ സമർപ്പിക്കാം കേട്ടോ. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, എന്ത് കൊണ്ടുവന്നാലും മണ്ഡപത്തിൽ സമർപ്പിക്കാമെന്നോ അല്ലെങ്കിൽ കൊടിമരത്തിൻ്റെ ചുവടെയുള്ള ഭണ്ഡാരത്തിൽ സമർപ്പിക്കാമെന്നൊക്കെ പറയാറുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടാവും ഇങ്ങനൊരു സംശയം തോന്നിയിട്ടുണ്ടാവുക. ഇത് നമുക്ക് നേരിട്ട് മഞ്ചാടി ചെമ്പിൽ തന്നെ സമർപ്പിക്കാൻ സാധിക്കും. ഇനി വരുമ്പോൾ അങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്ന് അത്രയും ചോദ്യങ്ങളെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇനിയും ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. ഇനിയുള്ള നിങ്ങളുടെ ചോദ്യങ്ങളും ചോദിക്കും. അതിനൊക്കെയുള്ള ഉത്തരവും കൊണ്ട് നാളെ കാണാമെന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പായിട്ട് എൻ്റെ ചോദ്യവും എൻ്റെ കഥയും. ഇന്നത്തെ എൻ്റെ ചോദ്യം, കംസൻ രാമകൃഷ്ണന്മാരെ മധുരയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാൻ ആരെയാണ് അയച്ചത് എന്നാണ് കേട്ടോ ചോദ്യം. ആരാണ് ദൂത് പോലെ പോയിട്ട് രാമകൃഷ്ണന്മാരെ
ധനുർയാഗത്തിന് എന്ന പേരിൽ കംസൻ മധുരയിലേക്ക് കൊണ്ടുവരാനായിട്ട് നിയോഗിച്ചത്? ഇതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എല്ലാവരും പറയുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇന്നത്തെ കഥ എന്താണെന്ന് വെച്ചാൽ കുറേ പേര് ചോദിച്ചിട്ടുള്ളൊരു കഥയാണ് കേട്ടോ. ഭഗവാന്റെ മാറിലെ ശ്രീവത്സം അതിനെക്കുറിച്ച് പറയൂ എന്നുള്ള ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ മാറിലെ ശ്രീവത്സം എന്ന മറുക് എന്നാണ് പറയാറ്. ഇത് ഭൃഗുപാദ ചിഹ്നം ആണ് എന്നാണ് പറയാറ്. ഒരിക്കൽ മഹർഷിമാരുടെ ഇടയിൽ ത്രിമൂർത്തികളിൽ ആരാണ് ശ്രേഷ്ഠൻ എന്ന ഒരു ചോദ്യം ഉയർന്നു വന്നിരുന്നു. ഇതിന് ഒരു ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് ഭൃഗു മഹർഷിയെയാണ് അവർ നിയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ഭൃഗു മഹർഷി ആദ്യം ബ്രഹ്മലോകത്തേക്ക് ചെന്ന് ബ്രഹ്മാവിനെ വേണ്ട വിധം ഒന്നും ആദരിക്കാതെ നിന്നു. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ വല്ലാതെ ദേഷ്യം വന്നു. പക്ഷെ അദ്ദേഹം അത് പ്രകടിപ്പിച്ചില്ല. എന്നാൽ ഭൃഗുമുനിക്ക് മനസ്സിലായി ബ്രഹ്മദേവന് നന്നായിട്ട് ദേഷ്യം വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് പോന്നു കൈലാസത്തിലെത്തി. മഹാദേവൻ്റെ അടുത്തെത്തിയപ്പോൾ മഹാദേവനോട് നിന്ദാപൂർവം പെരുമാറി. ഈ നിന്ദാപൂർവം പെരുമാറിയപ്പോൾ അദ്ദേഹത്തിനും പെട്ടെന്ന് വല്ലാതെ ക്രോധം വന്നു. ഈ ക്രോധത്തിനെ നിയന്ത്രിക്കാനെന്ന് പാർവതീദേവി പണിപ്പെട്ടു എന്നാണ് പറയാറുള്ളത്. അതേസമയം അദ്ദേഹം വൈകുണ്ഠത്തിലേക്ക് ചെന്ന സമയത്ത് ലക്ഷ്മി ദേവിയുടെ മടിയിൽ തലവെച്ച് ഉറങ്ങുകയായിരുന്ന ഗുരുവായൂരപ്പൻ നമ്മുടെ ഉണ്ണികൃഷ്ണൻ്റെ ആ തിരുമാറിലായിട്ട് ഒരു ചവിട്ട് വെച്ചു കൊടുത്തു അത്രേ ഭൃഗു മഹർഷി. ഈ സമയത്ത് ഉണർന്ന അദ്ദേഹം, ഞാൻ ഉറങ്ങിപ്പോയതുകൊണ്ടാണ് അങ്ങയെ വേണ്ട വിധം സൽക്കരിക്കാൻ സാധിക്കാഞ്ഞത്, അങ്ങയുടെ പാദത്തിന് എന്തെങ്കിലും ദോഷം ഭവിച്ചുവോ എന്ന് ചോദിച്ചുകൊണ്ട് ആ ഭൃഗുവിൻ്റെ പാദത്തിൽ തലോടി കൊടുക്കുകയാണ് അത്ര ഉണ്ടായത്. ഇതിൽ നിന്ന് അവർക്ക് മനസ്സിലായി ഭഗവാനോളം അത്രയും ക്ഷമാമൂർത്തി മറ്റാരുമില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഭഗവാനെ ഭൃഗു അടങ്ങുന്ന എല്ലാ മുനി സമൂഹങ്ങളും ശ്രേഷ്ഠനായിട്ട് കണക്കാക്കിയെന്ന്. ഇത് മുനിമാർക്ക് പറ്റൂട്ടോ, നമുക്ക് എല്ലാവരും ശ്രേഷ്ഠർ തന്നെയാണ് കേട്ടോ. മഹാദേവനും ഒട്ടും പുറകിലല്ല ശ്രേഷ്ഠതയ്ക്ക്. കാരണം ബാണയുദ്ധ കഥയൊക്കെ പറയുമ്പോൾ നമുക്ക് ആ മഹാദേവൻ്റെ ക്ഷമയെക്കുറിച്ച് എടുത്തെടുത്ത് ആചാര്യൻ പറയാറുണ്ട്. അതുകൊണ്ട് നമ്മൾ അനുസ്മരിക്കുമ്പോൾ മഹാദേവനും ക്ഷമാമൂർത്തി തന്നെയാണ്. എന്തെല്ലാം പാപങ്ങൾ ചെയ്യുന്നു, ഒന്നും വേണ്ട. നമ്മൾ ഗുരുവായൂർ വരുമ്പോൾ എത്ര പേര് മമ്മിയൂരും കൂടെ പോവാറുണ്ട്. ഞാൻ എല്ലാ ദിവസവും മമ്മിയൂർ പോകാറില്ല കേട്ടോ, ഇടയ്ക്കൊക്കെ മുടക്കം വരുത്താറുണ്ട്. അങ്ങനെയാവുമ്പോൾ മഹാദേവൻ ക്ഷമിക്കുന്നതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ക്ഷമാമൂർത്തി തന്നെയാണ് അദ്ദേഹം എനിക്ക്. എന്തായാലും ഇങ്ങനെയാണത്രേ ആ ഒരു ഭൃഗുപാദ ചിഹ്നം ആണ് പിന്നീട് ശ്രീവത്സം എന്ന മറുക് ആയിട്ട് അറിയപ്പെട്ടത് എന്നാണ് കഥ. അപ്പോൾ ഇന്നത്തെ കഥയും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ കഥകളും കൂടുതൽ ചോദ്യോത്തരങ്ങളുമായിട്ട് നാളെ വരാമെന്ന് വിചാരിക്കുന്നു. സർവ്വരോഗവിനാശന, സർവ്വപാപവിനാശന, സർവ്വദുഃഖവിനാശന, സർവ്വസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം.